ഗുഡ് മോർണിംഗ്. നമ്മൾ അടുത്ത എക്സാമ്പിളിലേക്ക് പോവുകയാണ്. എക്സാമ്പിൾ നമ്പർ 6. ഇതിന് ശേഷം നമുക്ക് എക്സസൈസ് ചെയ്ത് തുടങ്ങാം. വർക്കൗട്ട് 1/5 -1/3 -1/4 -10/3 -5/4. കണ്ടുപിടിക്കുക ഓരോന്നും. ആദ്യത്തെ 1/5. 1/5 എന്ന് പറഞ്ഞാൽ അർത്ഥം എന്നാ? 1 × 1 × 1 × 1 5 പ്രാവശ്യം ഇൻറ്റു ഇത് അത്ര തന്നെ ആൻസർ 1. മനസ്സിലായോ? നെക്സ്റ്റ് വൺ -1/3. നിങ്ങൾ എഴുതുമ്പോഴുണ്ടല്ലോ -1/3 ഇങ്ങനെ എഴുതരുത്. ബ്രാക്കറ്റ് ഇടാതെ ബ്രാക്കറ്റ് സഹിതം വേണം എഴുതാൻ. കാരണം ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ ഈ 1ന് മാത്രമേ 3 ബാധകമാകത്തുള്ളൂ, -സൈന് ബാധകമല്ല. കാരണം ഇതൊരു ടേം ആണ്. -1 എന്നുള്ളത് ഒരുമിച്ചാണ്, ഒരു ഇൻറ്റീജർ ആണ്, നെഗറ്റീവ് ഇൻറ്റീജർ ആണ് നമ്മളോട് ഉപയോഗിച്ചേക്കുന്നത്. അപ്പോൾ ഇതുപോലെ ബ്രാക്കറ്റ് ഇട്ട് തന്നെ ചെയ്യണം കേട്ടോ. നമുക്കറിയാം -1 × -1 × -1 എന്ന് ആണല്ലോ. 1ന് എത്ര പ്രാവശ്യം ഇൻറ്റു ചെയ്താൽ ആൻസർ 1 ആണ്. ഇനി ഇത് പ്ലസ് ആണോ മൈനസ് ആണോ? സൈൻ ഉണ്ട് ഇവിടെ. ഇത് മുമ്പ് പ്ലസ് ആയിട്ട് നമുക്കൊന്നും നോക്കേണ്ട ആവശ്യമില്ല. ഇപ്പം നിങ്ങൾ അല്ലെങ്കിൽ പ്ലസ് മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് അങ്ങനെ എളുപ്പവഴി പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നായിരുന്നു? അതായത് മൈനസ് സൈന് ഓഡ് നമ്പേഴ്സ് ആ വരുന്നെങ്കിൽ ആൻസറിന്റെ സൈൻ എന്നായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. മൈനസ് സൈൻ്റെ പവറായിട്ട് ഈവൻ നമ്പേഴ്സ് ആ വരുന്നെങ്കിൽ ആൻസർ എന്നായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. ഓർത്ത് വെക്കണം. മൈനസ് സൈൻ്റെ പവർ എത്ര വരും? ഓഡ് നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ്? 1 3 5 അങ്ങനെയൊക്കെയാണ് വരുന്നെങ്കിൽ ആൻസർ വരുമ്പോഴും മൈനസ് ആയിരിക്കും സൈൻ. ഇനി മൈനസ് സൈൻ്റെ പവർ ആയിട്ട് ഈവൻ നമ്പേഴ്സ് 2 4 6 8 ആണ് പവർ വരുന്നെങ്കിൽ ആൻസർ പോസിറ്റീവ് ആയിരിക്കും. അങ്ങനെ ആകുമ്പോഴത്തേക്ക് ഇവിടെ എത്രയാണ് വന്നിരിക്കുന്നത്? ഇത് തന്നെയാണ് ഓഡ് നമ്പേഴ്സ് ആവുന്നത്. ഓഡ് വരുമ്പോൾ എന്നാ വരണമെന്നാ പറഞ്ഞ? സൈന് മൈനസ്. അപ്പൊ ആൻസർ എത്രയാണ്? -1 കേട്ടോ. അപ്പം ആ സൈൻ തെറ്റിക്കാതെ നോക്കണം. അത് ഇത് അല്ലെങ്കിൽ അങ്ങനെ ഇങ്ങനെ ചെയ്തു പോയാൽ തെറ്റിപ്പോ. ഈ പറഞ്ഞ ആ മെത്തേഡ് ഒന്ന് നോക്കുക. അടുത്ത -1/4. -1/4 എന്ന് പറഞ്ഞാൽ -1 × -1 × -1 1ന് എത്ര പ്രാവശ്യം ഇൻറ്റു ചെയ്താലും 1 തന്നെ. നമ്മൾ പറഞ്ഞു ഇതുണ്ടോ, മൈനസിന്റെ പവർ ഇവിടെ വന്നേക്കുന്നത് തന്നെയാണ് ഈവൻ നമ്പർ വന്ന ആൻസർ എന്നായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. നമ്മൾ പോസിറ്റീവ് ഒന്നും ഇടേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. പോസിറ്റീവ് ചുമ്മാ ഇട്ടാലും മതി. നിങ്ങൾക്ക് മനസ്സിലാകാൻ ഇട്ടതേ ഉള്ളൂ. അടുത്ത -10/3. എന്താ അതിനർത്ഥം? -10 × -10 × -10 10 × 10 100 100 × 10 1000. ഇനി സൈൻ പറ. പവർ എന്നാണ്? ഓഡ് നമ്പർ ആ പവർ വരുന്നെങ്കിൽ മൈനസ് സൈൻ്റെ ആൻസർ എന്നായിരിക്കും? മൈനസ് അല്ലേ? ഇനി അടുത്ത -5/4. ദാറ്റ് ഈസ് -5 × -5 × -5 × 5 25. 25 ഇത് 5 × 5 25 25 25 625. നിങ്ങൾ അത് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം. 4 പ്രാവശ്യം 5നെ ഇൻറ്റു ചെയ്യുക. ഇനി ഇവിടെ പവർ നോക്കിയേ, മൈനസ് സൈൻ ആണ് പവർ, ഈവൻ നമ്പർ ആണ്. ഈവൻ നമ്പേഴ്സ് വന്ന് എന്നാ വരണമെന്ന് പറഞ്ഞേ? പോസിറ്റീവ്. സിമ്പിൾ അല്ലേ? ഇവിടെ നിങ്ങളെ ഈ പ്ലസും മൈനസും പരീക്ഷിക്കാൻ വേണ്ടിയാണ് നിങ്ങൾക്ക് ഈ ഒരു പ്രോബ്ലം തന്നിരിക്കുന്നത്. മൾട്ടിപ്ലിക്കേഷൻ നിങ്ങൾക്ക് അറിയാം. പ്ലസ് ആണോ മൈനസ് ആണോ നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതെങ്ങനെയാണെന്ന് പറഞ്ഞേ? പവറായിട്ട് ഓഡാ വരുന്നെങ്കിൽ ആൻസർ മൈനസ് ആയിരിക്കും. പവറായിട്ട് ഈവൻ നമ്പേഴ്സ് ആ വരുന്നെങ്കിൽ ആൻസർ പ്ലസ് ആയിരിക്കും. ഇത്രയും ഓർത്ത് വെച്ചാൽ മതി മക്കളെ. ഈ ആൻസർ നിങ്ങൾ സിമ്പിളായിട്ട് ചെയ്യും. ഓക്കെ, എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ. താങ്ക് യു.